ഹായ് ഗായ്സ്, ബി ജി എം ഐയിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ റാങ്ക് പുഷ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന അതേ മെത്തേഡ് എല്ലാവരും അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ റാങ്ക് പുഷ് ചെയ്യാൻ കഴിയും. റാങ്ക് പുഷ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. റഷ് ഗെയിമിംഗ് അല്ല, റാങ്ക് പുഷിംഗ് ആണ് മെയിൻ ഗോൾ. അപ്പോൾ എല്ലാവരും വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുക. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജിന്റെ അടുത്തേക്ക് മാർക്ക് ചെയ്ത ശേഷം അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ജമ്പ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ലാൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ ബ്രിഡ്ജിന്റെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജിൽ എത്തിയ ശേഷം നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകേണ്ടത് ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുക. നമ്മൾ ആ വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുക. ബ്ലൂ സോൺ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. തുടക്കം തന്നെ എൻ്റെ ടീംമേറ്റ്സ് ആയ നമ്പർ 2 നിര്യാതനായി, പാവം. ഓക്കെ, അവൻ എൻ്റെ ഇടയ്ക്ക് ഹെൽപ്പ് എന്നൊക്കെ വിളിച്ച് പോകുന്നുണ്ട്. നമ്മൾ റാങ്ക് പുഷ് ചെയ്യലാണ് ഉദ്ദേശം, റഷ് ഗെയിമിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ റിക്കോൾ ചെയ്യാനേ പാടില്ല. നമ്മൾ റാങ്ക് ചെയ്യലാണ് ഉദ്ദേശം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല. ഓക്കെ, നമ്മളെ ടീം പ്ലെയർ ആയ നമ്പർ 4 നിര്യാതനായി, പാവം. അപ്പോൾ ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് റിക്കോൾ ചെയ്യുന്നത്. ഇവന്മാരെ റിക്കോൾ ചെയ്യാനല്ല എൻ്റെ പണി. അതുകൊണ്ട് തത്തിക്കുണ്ടെങ്കിൽ നേരെ എക്സിറ്റ് അടിച്ച് പോകുക എന്നല്ലാതെ ഇവന്മാരൊന്നും രക്ഷിക്കാനുള്ള നന്മമരമായിട്ട് മാറാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരെ ഹെൽപ്പ് ചെയ്തൊക്കെ വിളിച്ച് പോകുന്നുണ്ട്. ഞാൻ ഓടിച്ച് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഒരു ഉടുപ്പില്ലാതെ ഇവന്മാർ ചോദിക്കുന്നുണ്ട്. കാര്യമാക്കണ്ട, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പതറാൻ പാടില്ല. നിങ്ങളുടെ ആത്മസംയമനം പോകാനും പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്ലൂ സോൺ നിങ്ങളുടെ അടുത്ത് എത്തുന്നത് വരെ നിങ്ങളിങ്ങനെ തന്നെ കാത്തിരിക്കുക. കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നോ എന്ന് പറഞ്ഞ ടീമാര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. എന്നെ ആകെ നമ്പർ 1 നിര്യാതനായിട്ടുണ്ട്. ഓക്കെ, അവനായിരുന്നു ലാസ്റ്റ് പ്ലെയർ. അങ്ങനെ അവനും നിര്യാതനായി. ഇനി ഞാനും ബാക്കി 3 ബംഗാളികളും ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം റാങ്ക് പുഷിംഗ് ആണ്. അപ്പോൾ റാങ്ക് പുഷിങ്ങിൽ എന്തില്ല, കാരുണ്യം ഇതൊന്നും കാണിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ബ്ലൂ സോൺ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാൽ മാത്രമേ നമുക്ക് സർക്കിളിന്റെ അകത്തേക്ക് കയറാൻ പറ്റൂ. അപ്പോൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങും. നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തോക്കും പിന്നെ മെഡി കിറ്റും കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കയറിയിട്ട് ആദ്യം അത് കൈപ്പറ്റാൻ നോക്കും. അങ്ങനെ അത് കൈക്കലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വണ്ടി എടുക്കലാണ്. അപ്പം അങ്ങനെ ആയുധം പിന്നെ അത്യാവശ്യം ലൂട്ടായിട്ട് 2 ഡ്രിങ്ക്സ് കിട്ടിയിട്ടുണ്ട്, പിന്നെ 2 ഗണ്ണും കിട്ടിയിട്ടുണ്ട്. അത് മതി. അപ്പോൾ ഇനി ഒരു വണ്ടി കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. പേടിക്കണ്ട, ഇഷ്ടം പോലെ വണ്ടികൾ ഈ പരിസരത്തുണ്ടാവും. ആരും പേടിക്കണ്ട. നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വണ്ടി കിട്ടും. അതുകൊണ്ട് എന്തില്ല, വണ്ടിക്ക് ഇവിടെ ഒരു ക്ഷാമം ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ബ്ലൂ സോൺ കിടന്ന് ചാവുന്നവരും പേടിയുണ്ട. നമുക്കൊരു ബഗ്ഗി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ബഗ്ഗി എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത കാറിലേക്ക് മാറി. കണ്ട, വണ്ടി വന്നു തുടങ്ങിയാൽ പിന്നെ വന്നുകൊണ്ടേയിരിക്കും. അടുത്ത ലക്ഷ്യം ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് കയറുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്യുക. നമുക്ക് അവിടുന്ന് കിട്ടിയത് 2 ഡ്രിങ്ക്സ് മാത്രമായിരുന്നെങ്കിൽ ഇവിടുന്ന് നമുക്ക് ബാൻഡേജ് കിട്ടിയിട്ടുണ്ട്. ബാൻഡേജും അത്യാവശ്യം വസ്തുക്കളും കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ മറിഞ്ഞു നിന്ന്, പക്ഷെ ഒരു ബോട്ട് എന്നെ ശല്യം ചെയ്തു. അപ്പോൾ അവനെയും കൊന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എന്ത് കിട്ടി, അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒക്കെ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ അവിടെ കാത്തിരിക്കുകയാണ്. നമ്മളിനി ആ ബ്ലൂ സോൺ നീങ്ങുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടിയിൽ നിന്ന് നീങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്യില്ല, അനാവശ്യമായിട്ട് എന്ത് ചെയ്യില്ല, ആളുകളുടെ അറ്റൻഷൻ വാങ്ങിക്കൊടുക്കില്ല. മെല്ലെ മെല്ലെ പോവുക, സർക്കിളിൻ്റെ അകത്തുണ്ടാക്കുക. ഇപ്പോൾ 28 ആൾക്കാർ ജീവനോടെ ഉണ്ട്. അപ്പോൾ 28 ആൾക്കാരിൽ മരിച്ചാലും ചിലപ്പോൾ നമുക്ക് മൈനസ് വരും. നമുക്ക് മൈനസ് വരാതെ പോസിറ്റീവ് മാത്രം കിട്ടിയിട്ട് റാങ്ക് പുഷ് ചെയ്യലാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 28 10 ആവുന്നത് വരെ കാത്തിരിക്കണം. 10 ആയി കഴിഞ്ഞാൽ റഷിങ്ങോ ക്യാമ്പിങ് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ ഒരു 28 എന്നുള്ളത് 10 ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, കാത്തിരിക്കണം. ഇവ ബ്ലൂ സോൺ തൽക്കാലത്തേക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബ്ലൂ സോൺ ഇനിയും നീങ്ങി തുടങ്ങിയാൽ മാത്രമേ നമ്മൾ നീങ്ങേണ്ടതുള്ളൂ. അപ്പോൾ ആ ബ്ലൂ സോണ് നീങ്ങുന്നത് വേണ്ടിയിട്ട് ഇനിയും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇനിയും ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ദൂരം
പോയാൽ മാത്രമേ സർക്കിളിനകത്ത് കയറാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ബ്ലൂ സോൺ നീങ്ങുന്നവരെ കാത്തിരിക്കുക. ബ്ലൂ സോൺ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ നീങ്ങി തുടങ്ങും. അപ്പോൾ ബ്ലൂ സോൺ നീങ്ങുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ വണ്ടി എടുത്തിട്ട് അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ 23 ആൾക്കാർ കൂടി മാത്രമേ ജീവനോടുള്ളൂ. ഇനി വെറും 13 ആൾക്കാർ കൂടി ചത്തതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം നമുക്ക് മൈനസ് ഒരിക്കലും അടിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തോ ചെയ്യുന്നത്, ഈ സർക്കിളിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ അകത്തുള്ള ഒരു പുല്ലിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം റാങ്ക് പുഷിംഗ് ആണ്, അത് മറക്കരുത്, റഷ് ഗെയിമിംഗ് അല്ല. അപ്പോൾ റാങ്ക് പുഷിംഗ് മാത്രമായി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതായത് ക്യാമ്പറിനൊക്കെ നമ്മളെ പറയാ വിളിച്ച് അപമാനിക്കാനൊക്കെ ശ്രമിക്കും. അതിലൊന്നും വീഴരുത്. നമ്മുടെ ഉദ്ദേശം റാങ്ക് പുഷിംഗ് ആണ്. റാങ്ക് പുഷേഴ്സിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് മാത്രമാണിത്. അപ്പോൾ ഇനിയുള്ളത് വെറും 15 ആൾക്കാർ മാത്രമാണ്. അതിലൊരാൾ നമ്മളായതുകൊണ്ട് തന്നെ ഇനി 14 ആൾക്കാർ കൂടി മാത്രമേ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ അതിൽ ഇനി വെറും 5 പേര് കൂടി ചത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ഒരിക്കലും മൈനസ് അടിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 5 ആൾക്ക് പറയാം, ഇപ്പോൾ 13 ആയിട്ടുണ്ട്, 2 ആൾ കൂടി മരിച്ചു. ഇനി ആ ബ്ലൂ സോൺ നമ്മൾ അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളിനി അടുത്ത സർക്കിളിൻ്റെ ഒരു കോർണറിൽ ഒളിച്ചിരിക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യുക, ആരും കാണാത്തൊരു കോർണറിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ സർക്കിള് ചെറുതാവുന്നത് വരെ കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സർക്കിൾ പിന്നെയും പോയിട്ടുണ്ട്. ഇനിയും ഒരു 300 മീറ്റർ അകലെയാണ് അടുത്ത സർക്കിൾ ഉള്ളത്. ഇപ്പോൾ 11 ആൾക്കാർ ജീവനോടുണ്ട്. ഒരാൾ കൂടി ചത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഉറപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ റിമൈനിങ് 9 പേരാണ്. ഇനി നമുക്ക് ഒരിക്കലും മൈനസ് അടിക്കില്ല. കാരണം 9 പ്ലേയേഴ്സേ ഉള്ളൂ. ടോപ്പ് 10 എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മൈനസ് അടിക്കില്ല. അപ്പോൾ ടോപ്പ് 10 എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം. ഇനി ധൈര്യമായിട്ട് കൊല്ലാനൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പോവാം. അപ്പോൾ ഇവിടുന്ന് വെടിപൊട്ടുന്നുണ്ട്. ഓട്ടോറിൻ്റെ വണ്ടി കത്തിച്ച് കളഞ്ഞു, അത് കുഴപ്പമില്ല. എൻ്റെ കയ്യിലുള്ള തോക്കാണെങ്കിൽ തീരെ സ്റ്റേബിൾ ആവാത്ത തോക്കാണ്. ഓക്കെ, ഇത് വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ കുറച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ക്യാമ്പർ ആയിട്ടുള്ള എന്നെ പോലെ തന്നെ വേറെ ഉണ്ടായിരുന്നു, ഒരു റാങ്ക് പുഷർ, അവൻ എന്നെ കൊന്നു. ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ റാങ്ക് പുഷ് ചെയ്യാവുന്നത്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് പരീക്ഷിക്കുക. വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ കോൺഗ്രറും എയ്സൊക്കെ നേടാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ഞാൻ വീണ്ടും വരും. പിന്നെ ഈ വീഡിയോ 30 മിനിറ്റോളം ഉണ്ടായിരുന്നു, വളരെ സാവധാനം എടുത്തതാണ്. ഇത് അതിൻ്റെ സ്പീഡ് വളരെ കൂട്ടിയിട്ടാണ് 7 മിനിറ്റിൽ ഒപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ റാങ്ക് പുഷേഴ്സിനും ഇത് ഷെയർ ചെയ്യുക.